ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹിമാക്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ചാപ്റ്റർ, 2 ക്വസ്റ്റ്യൻ, ഷുവർ ആൻസർ, ഷുവർ മാർക്ക് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന മറ്റൊരു സെക്ഷനിലേക്ക്, ഒരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് +2 ഹിസ്റ്ററിയിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സഞ്ചാരികളുടെ കണ്ണിലൂടെ എന്ന ചാപ്റ്ററാണ്. പ്രത്യേകിച്ച് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള 3 ആളുകളുണ്ട്. ഒന്ന് ഇബ്നു ബത്തൂത്ത, മറ്റൊന്ന് അൽബറൂണി, ലാസ്റ്റ് വൺ ഫ്രാങ്കോയിസ് ബെർണിയാൻ എന്ന് പറയുന്ന യൂറോപ്യൻ ചരിത്രകാരൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ശരിക്കും ഇന്ത്യ വ്യത്യസ്ത സമൂഹങ്ങളെയും വ്യത്യസ്ത രാജ്യങ്ങളെയും വ്യത്യസ്ത മതങ്ങളെയും ഒക്കെ പുൽകിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഈ ഒരു സഞ്ചാരികളെ കുറിച്ചുള്ള പഠനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം വ്യത്യസ്ത കാലങ്ങളിലായിട്ട് സഞ്ചാരികൾ ഇന്ത്യയിൽ വന്നു പോയിട്ടുണ്ട്. ഏറ്റവും പ്രഗത്ഭരാണ് അൽബറൂണിയും അതുപോലെ തന്നെ ഫ്രാങ്കോയിസ് ബെർണിയാനെ പോലെയുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് 3 പേരെ മാത്രമാണ്. ഒരാളെ കുറിച്ച് ഫസ്റ്റ് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അത് അൽബറൂണിയും അതുപോലെ തന്നെ കിതാബുൽ ഹിന്ദുമാണ്. അൽബറൂണിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് വസ്തുതകളുണ്ട്. അദ്ദേഹം ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ കോരിസമിൽ 973 അദ്ദേഹം ജനിക്കുന്നു. അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. 1917 സുൽത്താൻ മുഹമ്മദ് ഖ്വാരിസം കീഴടക്കിയതോടെ ഗോരിയിലേക്ക് അല്ലെങ്കിൽ ഗസ്നിയിലേക്ക് വരാൻ അദ്ദേഹം നിർബന്ധിതനാകുന്നു. ഗസ്നിയിലെ ജീവിതത്തിനിടയിൽ അദ്ദേഹം ഇന്ത്യയുമായി വലിയ താല്പര്യത്തിലാകുന്നു. അതിനിടയിൽ പഞ്ചാബ് ഗസ്നി സാമ്രാജ്യത്തിന്റെ ഭാഗമായതോടുകൂടി അദ്ദേഹം മെല്ലെ ഇന്ത്യയിലേക്കും നോർത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിയതായിട്ട് പറയുന്നുണ്ട്. ബ്രാഹ്മണ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും അദ്ദേഹം അതിരറ്റ് ബഹുമാനിച്ചിരുന്നു. സംസ്കൃതം അഭ്യസിച്ചും മാർഗദർശക ഗ്രന്ഥങ്ങൾ പഠിച്ചും അനേക വർഷങ്ങൾ അദ്ദേഹം അവരോടൊപ്പം ചിലവഴിച്ചു. നിരവധി ഭാഷകളെ താരതമ്യം ചെയ്യാനും ഗ്രന്ഥങ്ങളെ പരിഭാഷപ്പെടുത്താനും അദ്ദേഹത്തിന് സഹായകമായി മാറി. പതാഞ്ജലിയുടെ വ്യാകരണ ഗ്രന്ഥങ്ങൾക്കായുള്ള നിരവധി സംസ്കൃത ഗ്രന്ഥങ്ങൾ അദ്ദേഹം അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി. തന്റെ ബ്രാഹ്മണ സുഹൃത്തുക്കളായി അദ്ദേഹം യൂക്ലിഡിന്റെ ഗ്രീക്ക് ഗണിതശാസ്ത്രം ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അൽബറൂണിയുടെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് കിതാബുൽ ഹിന്ദ്. ഏകദേശം 80 അധ്യായങ്ങളുള്ള ഈ പുസ്തകം 11ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ഒട്ടനവധി പ്രശ്നങ്ങളെ കുറിച്ച് ഈ പുസ്തകം പറയുന്നുണ്ട്. അൽബറൂണി തന്റെ പുസ്തക രചനയിൽ ഒരു പ്രധാന ശൈലി സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ അധ്യായവും അദ്ദേഹം ആരംഭിക്കുന്നത് ഓരോ ചോദ്യങ്ങളിലൂടെയാണ്. തുടർന്ന് സംസ്കൃത പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കി ഒരു വിവരണം, ശേഷം മറ്റു സംസ്കാരങ്ങളുമായി താരതമ്യപ്പെടുന്ന അധ്യായം, ഉപസംഹാരം. ഈ രീതിയിലാണ് അദ്ദേഹം പുസ്തകം പോലും രചിച്ചിരിക്കുന്നത്. അഥവാ പുസ്തകമായിട്ട് ഇന്ത്യയുടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിച്ചവരാണ് ഈ പറയുന്ന സഞ്ചാരികളിൽ എല്ലാ ആളുകളും. മുഴുവൻ സഞ്ചാരികളും അങ്ങനെ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു അൽബറൂണി എന്ന് പറയുന്ന വലിയ സഞ്ചാരി. അദ്ദേഹം കണ്ടെത്തിയ കണ്ടെത്തലുകളും സംസ്കൃതം പഠിക്കാൻ അദ്ദേഹം കാണിച്ച വ്യഗ്രതയും അദ്ദേഹം ബ്രാഹ്മണന്മാരോട് കൂടിയിരുന്ന ഇന്ത്യയുടെ പൂർവ്വകാലത്തെ കുറിച്ച് പഠിക്കാനെടുത്ത താല്പര്യവും ഒരിക്കലും എഴുതാതെ പോകരുത്. ഇതെല്ലാം പരീക്ഷയ്ക്ക് വരുന്ന ഭാഗമാണ്. എന്തായാലും ഈ ഭാഗം പഠിക്കെല്ലാരും. ഓക്കെ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മുൻപോട്ട് പോവാം. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള മറ്റൊരു ഭാഗം ഇതിൽ കിതാബ് റഹ്ല, അതുപോലെ തന്നെ ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന ഭാഗമാണ്. ഇബ്നു ബത്തൂത്തയുടെ പുസ്തകമാണ് കിതാബുൽ റഹ്ല. അറബി ഭാഷയിൽ ഇബ്നു ബത്തൂത്ത എഴുതിയ യാത്രാ വിവരണ ഗ്രന്ഥമായ റിഹ്ല 14ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ കുറിച്ച് ഒട്ടേറെ വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നുണ്ട്. മൊറോക്കോയിലെ ടാൻജിയൻ എന്ന സ്ഥലത്താണ് ഇബ്നു ബത്തൂത്ത ജനിക്കുന്നത്. മധ്യേഷ്യയിലൂടെ കരമാർഗം സഞ്ചരിച്ച ഇബ്നു ബത്തൂത്ത 1333 സിന്ധിൽ എത്തിച്ചേർന്നു. പിന്നീട് അദ്ദേഹം മുൾട്ടാൻ കടന്ന് സിന്ധു വഴി ഡൽഹിയിൽ എത്തിച്ചേർന്നു. ഇബ്നു ബത്തൂത്തയുടെ പണ്ഡിതത്തിൽ ആകൃഷ്ടനായ സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അദ്ദേഹത്തെ ഡൽഹി ഖാസിയായി അഥവാ ന്യായാധിപനായി നിയമിച്ചു. നിരവധി വർഷങ്ങൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു. പിന്നീട് അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഇബ്നു ബത്തൂത്തയുടെ യാത്രാ വിവരണം തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെ മൊറോക്കൻ ഭരണാധികാരി ഇബ്ൻ ജസായിയെ നിയോഗിച്ചു. അഥവാ വ്യത്യസ്ത
മായിട്ടുള്ള രാജ്യങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി സ്വന്തം നാടായിട്ടുള്ള മൊറോക്കോയിൽ എത്തിയപ്പോൾ മൊറോക്കൻ ഭരണാധികാരി ഇബ്നു ബത്തൂത്ത കണ്ടെത്തിയ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ഒരു ഓഫീസറെ നിയമിച്ച കഥയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം വാല്യുബിൾ ആയിരുന്നു ആ കാലത്ത് ഇങ്ങനെ കണ്ടെത്തുന്ന ഹിസ്റ്ററിക്ക് എന്നാണ് കഥാകൃത്ത് പറഞ്ഞു വരുന്നത്. അപ്പോ ഈ വിഷയങ്ങൾ മറക്കാൻ പാടില്ല. നമ്മൾ രണ്ടാളുകൾ പറഞ്ഞു, ഒന്ന് ഇബ്നു ബത്തൂത്തയും കിതാബുൽ റഹ്ലയും, മറ്റൊന്ന് അൽബറൂണിയും കിതാബുൽ ഹിന്ദും. ഈ രണ്ട് വിഷയങ്ങളും കൃത്യമായിട്ട് പഠിക്കണം. ലാസ്റ്റ് നമുക്ക് ഒരാളും കൂടെ പറഞ്ഞ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാനായിട്ട് പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്രാങ്കോയിസ് ബർണിയാൻ എന്ന് പറയുന്ന യൂറോപ്യൻ സഞ്ചാരി എന്ന് പറയുന്നത്. ഫ്രഞ്ചുകാരനായ ഫ്രാങ്കോയിസ് ബർണിയാൻ ഒരു ഡോക്ടറും രാഷ്ട്രീയ തത്വചിന്തകനും ചരിത്രകാരനുമായിരുന്നു. 1656 മുതൽ 1668 വരെയുള്ള 12 വർഷങ്ങൾ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത പുത്രനായ ദാരഷുക്കോയെ രാജകുമാരന്റെ ഡോക്ടർ എന്ന നിലയിലാണ് അദ്ദേഹം മുഗൾ കൊട്ടാരവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചത്. ബർണിയാൻ ഇന്ത്യയെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ കണ്ട കാര്യങ്ങളെ യൂറോപ്യൻ സാഹചര്യങ്ങളുമായി നിരന്തരം താരതമ്യം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. തന്റെ പ്രധാന രചനകൾ ഫ്രഞ്ച് രാജാവായ ലൂയി പതിനാലാമനാണ് അദ്ദേഹം സമർപ്പിച്ചത്. ബർണിയറുടെ ഗ്രന്ഥമായ ട്രാവൽ ഇൻ ദ മുഗൾ എംപയർ വിശദമായ നിരീക്ഷണങ്ങൾ, വിമർശനാത്മകമായ ഉൾക്കാഴ്ചകൾ, പുനരവലോകനം എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഗളരുടെ ചരിത്രത്തെ ഒരു സാർവലൗകിക ചട്ടക്കൂട്ടിൽ പ്രതിഷ്ഠിക്കുന്ന ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ബർണിയറുടെ കൃതികൾ 1670-71 ഫ്രാൻസിൽ വെച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടു. പിന്നീട് അവയെല്ലാം ഇംഗ്ലണ്ട്, ഡച്ച്, ജർമ്മൻ, ഇറ്റാലിയൻ എന്നീ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തതായിട്ട് പറയുന്നു. ഫ്രാങ്കോയിസ് ബർണിയാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ 3 ആളുകളെയും പറഞ്ഞു കഴിഞ്ഞു. അൽബറൂണി, അതുപോലെ തന്നെ ഫ്രാങ്കോയിസ് ബർണിയാൻ, ലാസ്റ്റ് വൺ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇബ്നു ബത്തൂത്ത. ഈ 3 പേരെ കുറിച്ച് നമ്മൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള വാള് താഴെ കൊടുക്കുന്നുണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പർ. സംശയങ്ങൾ നിങ്ങൾക്ക് അതിലേക്ക് ചോദിക്കാം. ഇത് റിവിഷനുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. 5ാം ചാപ്റ്ററിൽ 3 പേരും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് 3 പേരെ കുറിച്ചും പറഞ്ഞത്. 3 പേരെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വേണം ഇത് നമ്മൾ എക്സാമിന് വേണ്ടി പോവാൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റൊരു ചാപ്റ്ററുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.